ഒരു ഭാഗം തന്നെ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന പേരിൽ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രൂപത്തിൽ ഏറ്റവും സാദൃശ്യമുള്ള സഹാബി ആരെന്ന് ആർക്കെങ്കിലും അറിയാം? തങ്ങളുടെ ഒരു കുടുംബക്കാരൻ തന്നെയാണ്. ആര്? സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും, ലം യകുൻ അഹദുൻ അശ്ബഹ ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹസൻ ബിൻ അലി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായിരുന്ന ഹസൻ, ആരുതങ്ങൾ ഹസൻ, അവരെ പോലെ ഹബീബിനോട് സാദൃശ്യമുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നെയും ഏറെക്കുറെ സാദൃശ്യമുള്ള 5 വ്യക്തിത്വങ്ങളെ കിതാബുകളിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാപ്പയായ അബൂ ത്വാലിബ് തങ്ങളുടെ മോൻ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്ന അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. പിന്നെ ഖുസമ ഇബ്നു അബ്ബാസ്, പിതൃവ്യപുത്രൻ. ഉസ്ബെക്കിസ്ഥാനിലാണ് അവരുടെ മഖ്ബറയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി സ്പർശിച്ച വ്യക്തിത്വം എന്നൊക്കെ അറിയപ്പെടുന്ന ഖുസമ ഇബ്നു അബ്ബാസ്. പിന്നെ അസായിബ് അൽ അദ്വനാഫിന്റെ പേരക്കുട്ടി. ഇവരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രൂപ സാദൃശ്യമുള്ള 5 വ്യക്തിത്വങ്ങൾ. പിന്നൊന്ന് ഹസൻ. അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അശ്ബഹു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എല്ലാം പഠിക്കൽ നമ്മുടെ മേൽ പുണ്യമാണ്. ഹബീബിന്റെ നടത്തം, ഇരുത്തം, കിടത്തം, അതിൽ പെട്ടതാണ് അവിടുത്തെ ആ ശരീരഘടന. ഞാൻ എപ്പോഴും പറയല്ലോ, നമുക്ക് മക്കൾക്ക് പോലും ആദ്യം പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധം തമീസായി കഴിഞ്ഞാൽ, വഖതരിവായി കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അന്ന നബിയനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് തങ്ങളെ പറ്റിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയുണ്ടായി. അബ്ബാസ് തങ്ങളുടെ മകൻ അബ്ദുള്ള ചോദിച്ചു, വകൈഫ, നീ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ ചേലും കോലവും എങ്ങനെയാണ്, ഹബീബിന്റെ രൂപം എങ്ങനെയാണ്? അയാൾ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ വിശേഷണങ്ങളൊക്കെ ഏകദേശം ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് സാമീപ്യം, അതിനോടുള്ള ഒരു സമാനത പുലർത്തിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, സദഖത, നീ പറഞ്ഞത് സത്യമാണ്. അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫാന്റെ കോലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഹബീബിനെ പറ്റി പഠിക്കുമ്പോൾ ഉള്ള നേട്ടം എന്താണ്? നമുക്ക് റസൂലുള്ളാഹിന്റെ സ്വഭാവം പഠിച്ചാൽ പോരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പഠിച്ചാൽ പോരെ. ഇത് പഠിച്ചാൽ അതിന്റെ പിന്നിലും ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫീ മനാം, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, ശൈത്താന് എന്റെ രൂപം പ്രാപിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണൽ പോലും സ്വർഗ്ഗലബ്ധിക്കുള്ള കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ശരീരഘടനയൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനെ ചിന്തിക്കുകയും ചെയ്താൽ, പിന്നെ ഹബീബിലേക്ക് കുറച്ചധികം സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ, അത് ഹബീബിനെ സ്വപ്നം ദർശിക്കുന്നതിലേക്ക് ഒന്നുകൂടെ നമുക്ക് സുഖമമാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരഘടനയെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നത് അനസ് തങ്ങള്, അതുപോലെ ഹസൻ തങ്ങള്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചെറുപ്പക്കാരായ സ്വഹാബികളായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ആകാര പട്ടിക വിശദീകരിക്കുന്നതിൽ പ്രഗൽഭയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ എവിടെ വെച്ച റസൂലുള്ളാഹിനെ കാണുന്നെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിജ്റക്ക് അങ്ങനെ പോവുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ കൂടെ. നമുക്കറിയാം, പോകുമ്പോ കുറെ അങ്ങ് പോയപ്പോ വല്ലാത്ത ദാഹം. സിദ്ദീഖ് തങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ നോക്കുമ്പോ ഒന്നും കിട്ടാനില്ല. എപ്പോഴാണ് ഇങ്ങനെ ഉണങ്ങി പിടിച്ച് നിൽക്കുന്ന ഒരൊട്ടകത്തെ കാണുന്നത്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ അതിന്റെ ഉടമസ്ഥയോട് ചോദിച്ചു, ഇതിനൊന്ന് പാല് കറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരിക്കലും പറ്റൂലല്ലോ. എന്നിട്ട് അതിന്റെ ഒരു കാരണം അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കറക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു മൃഗമായിരുന്നു. പക്ഷെ കറന്നാൻ കുടിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകിടിൽ അങ്ങനെ കൈവച്ചപ്പോ ഇഷ്ടം പോലെ പാല് ലഭ്യമാവുകയാണ്. മാത്രമല്ല, കുടുംബത്തിന് പോലും വലിയ ഐശ്വര്യം കടന്നു വരികയാണ്. ആ മൃഗത്തിന്റെ ഉടമസ്ഥയായിരുന്നു ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹിനെ ഒറ്റ കണ്ടിട്ടുള്ളൂ, ഇസ്ലാമിലേക്ക് വന്നു. പാല് കറക്കുമ്പോ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. ഭർത്താവിനോട് വിഷയം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ആ റൂട്ടിൽ പോയി ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നു. ആ ഒരു ഒറ്റ തവണ ആ ഒരു യാത്രയിൽ കണ്ട് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരഘടന പറയുന്നതിൽ അതിദുഃഖിയായിരുന്നു എന്ന് ചരിത്രങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹബീബിനെ പോലെ അത്ഭുതമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നടത്തവും അവിടുത്തെ ഇരുത്തവും അവിടുത്തെ ശരീരവും അവിടുത്തെ നിറവും ഇന്നും ഉല്ലേഖനം ചെയ്യപ്പെട്ടു. ഇന്നും അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രഗൽഭമായ ഹദീസിന്റെ ക്ലാസുകളിലൊക്കെ ഇന്ന് ഒരുപാട് മദീന മുനവ്വറയിലടക്കം നമ്മുടെ ഇന്ത്യയിലെ ദൈവബന്ധിലടക്കം പലയിടങ്ങളിലും ഹദീസ് വളരെ പ്രാധാന്യബോധത്തോടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഹദീസുകൾക്കിടയിൽ അവിടെയൊക്കെ കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപവും ചേലും കോലവും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്തൊരു അത്ഭുതമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ അവിടുത്തെ എത്ര രോമമാണ് നരച്ചുപോയത് ഇതുപോലും ചരിത്രത്തിൽ ആർക്കെങ്കിലും അറിയോ? സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്ര 20 താഴെ മൊത്തം തലയിൽ നിന്നും താടിയിൽ നിന്നും കൂടെ 17 ഏകദേശം 20 താഴെ എന്ന് ഉലമാവൊക്കെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ താടിയിൽ തന്നെ 13. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇതുപോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേറെ ഏത് വ്യക്തിയാണ് ലോകത്തുള്ളത്? അതുകൊണ്ടല്ലേ ഒരു തവണ ഇതിങ്ങനെ ധരിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ധരിച്ചു പോയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി സൂറത്തു ഹൂദും വ അഖവാതുഹാ. എന്നെ നരപ്പിച്ചത് സൂറത്തു ഹൂദാണ്. സൂറത്തു ഹൂദിൽ അന്ത്യനാളിന്റെയും ചില ഭയാനകരമായ രംഗങ്ങളൊക്കെ ഉണ്ട്. പ്രായം കൊണ്ട് ക്ഷീണിച്ചു പോയതല്ല, ഞാൻ സൂറത്ത് ഹൂദിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് നരച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വളരെ ഭംഗിയാണ് റസൂലുള്ളാഹിന്റെ ശരീരമൊന്ന്
നമ്മൾക്ക് സുബ്രത്തിലുള്ളാഹു കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഒരു സബബായി ഇതിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. തുർമുദി എന്ന വലിയ കിതാബിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ വലിയൊരു പണ്ഡിതൻ ചർച്ച ചെയ്തതിന്റെ ഒരു ചെറിയ ഭാഗം അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ സൗന്ദര്യം പോലും, ആ ചമൽക്കാരം പോലും, ആ ചന്തം പോലും ഹബീബിനെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് കാരണമാകുന്നതാണ്. ഹബീബിനെ കണ്ടിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടുകയാണ്, അഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. എന്റെ കണ്ണ് നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെയും കണ്ടിട്ടില്ല, നിങ്ങളെക്കാൾ ചന്തമുള്ള ഒരാളെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ലെന്ന് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നതാണ്, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. ഏതൊരു മനുഷ്യനെ നോക്കിയാൽ എന്തെങ്കിലും ഒരു ഐബുണ്ട്. ചിലവര് നല്ല നിറമുണ്ടെങ്കിൽ മുഖത്തിനൊരു ഷേപ്പ് ഉണ്ടാവില്ല, അല്ലെ മുഖത്തിന് ഷേപ്പ് ഉണ്ടെങ്കിൽ നിറം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാലിങ്ങനെ വിരല് എന്തെങ്കിലും ഉണ്ടാവും. മുഹമ്മദ് മുസ്തഫയോ എല്ലാ ന്യൂനതയിൽ നിന്നും മുക്തയാണ്. എന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയാണ്, കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. റസൂലേ, നിങ്ങൾ ആണ്ട് പറഞ്ഞെടുക്കുന്നത് പോലെയാണോ അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്? ഈ നിങ്ങളെ എങ്ങനെ വടക്കണമെന്ന് റസൂലെ ഒരു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും പറയാം, അല്ലാതെ അള്ളാഹിനെ നിയന്ത്രിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ അങ്ങനൊന്നുമല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്നേഹം കൊണ്ട്, അതിന്റെ ആധിക്യം കൊണ്ട് പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പോയത്? നമുക്ക് ആഗ്രഹം നമ്മൾ ഇങ്ങനെയൊക്കെ ആവണമെന്ന്. റസൂൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബി പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തു നബി തങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കഅന്നി റഅയ്തുൽ ഖമറ ഫീ ലൈലത്തുൽ ബദർ. ഒരു പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെയുള്ള ചമൽക്കാരമാണ്, ഭംഗിയാണ് എന്റെ ഹബീബിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി റസൂലുള്ളാഹിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. റസൂലുള്ള വളരെ ഉയരം കൂടിയ ആളുമായിരുന്നില്ല, വളരെ കുറിയവരുമായിരുന്നില്ല. എന്നാലും നീളത്തിലേക്കായിരുന്നു ഒന്നുകൂടെ അടുപ്പമുണ്ടായിരുന്നത്. റസൂലുള്ളാഹിന്റെ ആ ഒരു ചമൽക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഈ അടുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറച്ചൊക്കെ അനുഭവിക്കുന്നത് പോലെ തോന്നിപ്പോകും. അതുപോലെ എന്നല്ല, പക്ഷെ ആ പേരമകനിൽ ആ ഒരു വലുപ്പവും ആകാരവും ആ ഒരു പേരക്കുട്ടിയുടെ ഒരുപാട് മഹത്വങ്ങൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. നീളത്തിലേക്കായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ അടുപ്പം. നീളമായിരുന്നു. കൂട്ടത്തിൽ എവിടെ നിന്നാലും തല അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെ സദസ്സിലിരുന്നാൽ ഹബീബിന്റെ ചുമലായിരിക്കും ഏറ്റവും ഉയരത്തിൽ കാണുക. സദസ്സിൽ കണ്ടിട്ട് നോക്കാൻ പറ്റും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈറ്റ് കിതാബുകളിലൊന്നുമില്ലെങ്കിലും ആധുനിക പണ്ഡിതന്മാർ ഗവേഷണം നടത്തി പറയുന്ന ഏകദേശം 190 സെന്റിമീറ്റർ ആയിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൈറ്റ് ഉണ്ടായിരുന്നത്. അവിടുത്തെ സൗന്ദര്യവും അവാച്യമായിരുന്നു, അല്ലാത്ത ഭംഗി. അപ്പോ അതിനിടയിൽ പണ്ഡിതന്മാര് ചില ഒരു രസകരമായ ചർച്ച കൊണ്ട് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം എന്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ്? ബ്യൂട്ടി. ലോകത്തിന്റെ ഒരു നല്ല ബ്യൂട്ടി കിട്ടിയത് യൂസുഫ് അലൈഹിസ്സലാം.
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോ ഇങ്ങനെ കടന്നുപോയപ്പോ പെണ്ണുങ്ങളൊക്കെ കൈചൊത്തിപ്പോയി. അവരുടെ കരങ്ങൾ ചൊത്തിപ്പോയി. എന്നാൽ ഈ പണ്ഡിതന്മാര് ചർച്ച കൊണ്ടുവരുന്നു, മദീനയിൽ എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഹബീബിനെ കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു ചരിത്രഭാഗം പോലും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ഉലമാ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഉള്ളിൽ ഒരു ഗാംഭീര്യം കൂടെ ഉണ്ടായിരുന്നു. മഞ്ചനാണെങ്കിലും അവിടെ കാണുമ്പോ ഒരു വല്ലാത്ത ഹൈബത്തും വഖാറും ഉണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ നിറമതായിരുന്നു അസ്ഹറുല്ലൗൻ. അസ്ഹറുല്ലൗൻ എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന വെളുപ്പ്. നമ്മുടെ ഇംഗ്ലീഷുകാരുടെ അൽബിനോ വൈറ്റ് ഉണ്ടല്ലോ, ആ വൈറ്റ് ആയിരുന്നില്ല. പ്യുവർ വെളുപ്പുണ്ട് വാരി തേച്ച അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. അതിന്റെ പ്രയോഗമാണ് അസ്ഹർ. സഹറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പൂവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉലമാവ് അതിന്റെ വ്യാഖ്യാനം പറയുന്നത് ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇനി അവിടുത്തെ തലയും മുടിയുമോ നല്ല ബൃഹത്തായ തല, നല്ല ആകാരമുണ്ടായിരുന്നു. നല്ലോണം കറുത്തതായിരുന്നു. വിട പറയുമ്പോ നമ്മൾ പറഞ്ഞല്ലോ, വളരെ തുലവും തുച്ഛ മുടികളെ മാത്രമാണ് നരച്ചുപോയത്. തങ്ങൾ പലപ്പോഴും മുടിങ്ങനെ നീട്ടി വളർത്തും. ചിലപ്പോ പെരടി വരെ, ചിലപ്പോ അത് ചെവി വരെ. ഒരു ഭാഗത്ത് വെട്ടിയിട്ട് ഉണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം ഒരുപോലെ നീട്ടി വളർത്തിയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി മുഴുവനായും വടിച്ചത് 3 സന്ദർഭത്തിലാണ്. ഒന്ന് ഹുദൈബിയ സന്ധിയുടെ സമയം, മറ്റൊന്ന് ഉംറത്തുൽ ഖദാ, മറ്റൊന്ന് ഹജ്ജത്തുൽ വിദാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ തല എങ്ങനെയായിരുന്നു? കറുത്ത മുടിയുള്ള നല്ല ഭംഗി സ്ഫുരിക്കുന്ന ഒരു വലിയ തല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓവർ വലുപ്പമല്ല, ആ ഒരു ഹൈബത്ത് അവിടെ അങ്ങനെ നിലനിൽക്കുമായിരുന്നു. സാധാരണ മനുഷ്യരൊക്കെ ചെറുപ്പത്തിൽ ഒരു കോലമാണ്, വലുപ്പത്തിൽ ഒരു കോലമാണ്, യുവത്വത്തിൽ ഒരു കോലമാണ്. എന്നാൽ ഹബീബിന്റെ ചെറുപ്പം മുതൽ മരണം വരെ ആ ശരീരത്തിന് ഏകദേശം ഒരേ പ്രകൃതി തന്നെയായിരുന്നു. എന്നും ചെറുചെറുക്കായിരുന്നു, എന്നും യുവത്വമായിരുന്നു, എന്നും പ്രസരിപ്പായിരുന്നു. സഹാബാക്കൾ പറയാണ്, സഹാബാക്കളുടെ ശരീരം പോലും ചെറുപ്പത്തിലുള്ള നല്ല വലുപ്പത്തിലുള്ളത്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊലിയായാലും ചേലായാലും വാർദ്ധക്യ സമയത്തും ആ ചെറുപ്പം പോലെ അല്ലാഹു നമുക്ക് കൊള്ളാനുള്ള ഭാഗ്യം നൽകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ കല്യാണ അന്വേഷണ സമയത്ത്. അപ്പൊ ആ തലയും ആ നെറ്റിത്തടവും ഒക്കെ ശരിക്ക് നോക്കിയിരുന്നു. ആ ഒരു ഭംഗി ഖദീജ റളിയല്ലാഹു അൻഹ കല്യാണ സമയത്ത് കാണുന്ന ഭംഗി അതുപോലെ ഹബീബിന്റെ വാർദ്ധക്യ വഫാത്ത് സമയത്ത് നിലനിർത്തിയിരുന്നു. ഹബീബിന്റെ കഴുത്ത്, നമ്മുടെ തല പറഞ്ഞു, ഇനി കഴുത്ത് ഇങ്ങനെ കാണുമ്പോ അതൊരു തിളക്കമുള്ള വെള്ളിയെ പോലെ തോന്നുമായിരുന്നു. അല്ലെ, അതൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ ഈമാൻ സ്ഫുരിക്കും. ഒരു അറാബി മക്കത്ത് വന്നു. എന്നിട്ട് സദസ്യനോട് ചോദിച്ചു, ആരാണ്? അപ്പൊ അതാണ് അയാള് കുറച്ചേരം ഇങ്ങനെ മുത്തനബിനെ നോക്കുന്നു. നോക്കി നിന്നിട്ടോ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹബീബിനെ എങ്ങനെ നോക്കി നിന്നിട്ട് അയാൾ ഇസ്ലാമിലേക്ക് വന്നു. റസൂൽ ചോദിച്ചു, അല്ല ഇപ്പൊ ഇസ്ലാമിനെ പറ്റൊന്നും ചോദിച്ചില്ലല്ലോ, ഇവിടെ വന്നപ്പോഴേ മുസ്ലിമായോ? അവിടുന്ന് ആ മനുഷ്യന് പറയുകയാണ്,
ഈ രൂപത്തിലുള്ള ചേലുള്ള കോലമുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ ഉറപ്പല്ല ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വപ്നത്തിലേക്ക് കാണണം. അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. കഴുത്തുപോലും വെള്ളിയെ തോന്നിക്കുന്ന വെള്ളിയുടെ തിളക്കത്തിലായിരുന്നു. കുറച്ചൊരു നീളുണ്ടായിരുന്നു. മുത്തുനബിയുടെ കൈകളും അങ്ങനെ തന്നെയായിരുന്നു. അത്യാവശ്യം നീളമുണ്ടായിരുന്നു. എറിയുമ്പോ ഇപ്പോ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോ അങ്ങനത്തെ കൂട്ട് എറിയുന്നതിന്റെ സമയത്ത് ഹബീബിന്റെ കൈ അങ്ങനെ ഉയർന്നു കാണുമായിരുന്നു. മറ്റുള്ളവരുടെ കരങ്ങൾക്കിടയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരമങ്ങനെ ഉയർന്നു കാണുമായിരുന്നു. ഹന്തക്ക് യുദ്ധത്തിൽ എല്ലാവരും കൊത്തുമ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ടുള്ള അധ്വാനം പ്രത്യേകം എടുത്ത് കാണിക്കപ്പെട്ടിരുന്നു. പിന്നെയോ റഹ്ബറാഹ, കൈന്റെ ഉള്ളിണ്ടല്ല കൈപ്പടം, ഇത് നല്ല വിശാലമായിരുന്നു. വലിയ നല്ല സാബിയി വിരലുകളൊക്കെ നല്ല ഉഷാറുന്നുണ്ട. വിരൽ അറ്റങ്ങളും അങ്ങനെ ഘനമുള്ള പവറുള്ളതായിരുന്നു. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അവിടെ ഒന്ന് സ്വത്തിലെങ്കിലും ദർശിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ വേറൊരു പ്രത്യേകത, ഈ തൊക്ക് വെളുത്തതായിരുന്നു. ഈ ഭാഗം അത് എല്ലാ പ്രവാചകന്മാരുടെയും അങ്ങനെയായിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു നുബുവത്ത് കിട്ടുന്ന അമ്പിയാക്കളുടെ പ്രത്യേകതയാണ്. തൊക്കുഭാഗം വെളുത്തതായിരുന്നു. അത് നുബുവത്തിന്റെ അടയാളം. തൊക്കിൽ കൈ വെച്ചെടുത്തപ്പോ കൈ പ്രകാശിച്ചത് നമുക്കറിയാമല്ലോ. മന്ത്യബാഹു യുടെ ചുമലുകളൊക്കെ നല്ല വാസിയാനി, നല്ല വിശാലായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒട്ടകത്തെ പോലെ മുട്ടുകുത്തുകയും ആ തോളിൽ ഹസനെയും ഹുസൈനെയും ഇരുത്തി ഒട്ടകത്തെ പോലെ ഹബീബ് കളിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഫീഖ് നൽകട്ടെ. അവിടൊക്കെ ഈ തോടുഭാഗത്തൊക്കെ ഒരു ചെറിയ രോമം, രോമം കിട്ടിയതല്ല, കിതാബ് കൊടുത്തിരിക്കുന്നു. ചെറിയ ചെറിയ രോമങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പറയുന്നത് പോലെ ഇവിടൊക്കെ നല്ല നെഞ്ചുഭാഗം, നെഞ്ചുഭാഗമൊക്കെ നല്ല വിശാലമുള്ളതായിരുന്നു. നെഞ്ചും അതുപോലെ വയറിന്റെ ഭാഗം ഒരേ രൂപത്തിൽ കിട്ടുമായിരുന്നു. ഒന്ന് കൂടിയിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. എല്ലാം കൃത്യമായി ശരിക്കും ബോഡി ഷേപ്പ് അതിമനോഹരമായിരുന്നു. നെഞ്ച് ഭാഗവും വയറിന്റെ ഭാഗവും ഒരേ സമതല അവസ്ഥ സ്വീകരിക്കുന്നതായിരുന്നു. ഒരേപോലെ നിൽക്കും. കുറച്ച് പൊന്തിയതായിട്ട് തോന്നില്ല. അതാണെങ്കിലോ നെഞ്ചിന്റെ ഭാഗം ഒന്ന് വിശാലവുമായിരുന്നു. ഹബീബിന്റെ പൊക്കിളിന് ചുറ്റും ചെറിയ രോമങ്ങൾ, വട്ടത്തിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയോ നെഞ്ചിന്റെ ഭാഗത്തിലൂടെ ചെറിയ വര വരച്ചതുപോലെയുള്ള രോമങ്ങൾ. ഒന്നാകെ രോമമല്ല, എന്നാൽ അവിടെ ഇവിടെ ഒക്കെ രോമുണ്ട്. അതാണ് ബ്യൂട്ടിഫുൾ ആണ്. ചെറിയ വര, ലൈൻ ഇങ്ങനെ തോന്നിപ്പോവും. അങ്ങനത്തെ വരകളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോമങ്ങൾ എന്ന കിതാബുകൾ ഉദ്ധരിക്കുന്നു. കെടുപ്പുകൾ, ശരീരത്തിന്റെ കെടുപ്പുകളൊക്കെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ചില കിതാബുകളിൽ കാണാം കണ്ടാൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രൗഢി തോന്നിക്കും. അതാണ് ഫഹ്മൻ, പ്രൗഢിയുള്ളവരും മുഫഖമൻ, പ്രൗഢിയാക്കപ്പെട്ടവരുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹബീബിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഭാഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനമാണ്. ഭൂവചനം. ഖാന വാസിഅൽ ജബീൻ, നെറ്റിത്തടക്കം നല്ല വിശാലമായി.
കൺപീലികൾക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു, ഓവർ കട്ടിയില്ല, പക്ഷെ അതിന്റെ കറുപ്പ് ഇങ്ങനെ സ്ഫുരിച്ചെടുത്ത് കാണിക്കുന്ന വിധം കട്ടിയുള്ളതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺപീലികൾ. വലം യകുൻ മുസ്തദീറൻ ആയത തദ്വീർ, മുഖം വട്ടമുഖമായിരുന്നു, പക്ഷെ ആയതത്തിൽ ശരിക്കും വട്ടല്ല, ഒരു ഓവൽ ഷേപ്പിൽ വട്ടമാണ്, എന്നാൽ പൂർണ്ണവട്ടമായ രൂപത്തിലല്ല. ഒരു മനോഹാര തുളുമ്പ് നിൽക്കുന്ന വട്ടത്തിനോടൊപ്പം ചെറിയ നീളമുള്ള ഒരു മുഖത്തിന്റെ ചേലായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. മൂക്ക് ഒരല്പം നീളുണ്ടായിരുന്നു, എന്നിട്ട് അതിങ്ങനെ ഒരു പാലം പോലെ ഇങ്ങനെ കയറിപ്പൊന്തി വന്നിട്ട് ഒരു പ്രത്യേകമായ സ്റ്റൈൽ പാലം അങ്ങനെ പൊന്തി താഴ്ന്നു വരുന്ന ഒരു മനോഹരം. നമ്മളിപ്പോ കണ്ടിട്ടില്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഹദീസുകൾ ഉദ്ധരിക്കുന്ന രൂപം നമ്മൾ പറയുന്നു. അതുപോലെ മീശ വെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീശ വെട്ടിയിട്ട് ചുണ്ടിന്റെ ചമപ്പ് ഈ ചുവപ്പ് കാണുന്ന രൂപത്തിൽ മീശ വെട്ടിക്കിടും. ചില ഉലമാക്കളൊക്കെ പറയാറുണ്ട് ഈ മീശ ഇറങ്ങുന്നത് ഭയങ്കര കേടാണ്. മീശ നമ്മുടെ നാവിൽ തട്ടുന്നതൊക്കെ ഞാൻ കണ്ടതല്ല കേട്ടതാണ്, വിഷത്തിന് സമാനമാണ് എന്ന് വരെ പറയാറുണ്ട്. ഇത് വന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് വെട്ടിക്കളയുമായിരുന്നു. എന്നാൽ താടി നീട്ടും, ഇതുവരെ നെഞ്ചുവരെ നീട്ടിയിട്ട് അതിങ്ങനെ താടി ശരിക്ക് വാരി വെക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ അങ്ങനെ കാണുമ്പോൾ അതിഭംഗിയാണ്. ആ മുഖത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു ഭംഗി അവിടുത്തെ ചെഞ്ചുണ്ടായിരുന്നു. ഒരു സഹാബി പറയുന്നുണ്ട്, റസൂലുള്ളാഹി അങ്ങനെ വരുമ്പോ ഹബീബ് ചുവന്ന പുറത്തിലിങ്ങനെ കിടക്കുകയാണ്. അവിടുത്തെ മുഖത്തിൽ നിന്ന് ആ ചുണ്ട് വേറിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചുണ്ട്. പല്ലുകളോ ഇടതൂർന്ന പല്ല്, ശരിക്ക് കാണാം. മേലെ മുൻപല്ലിന്റെ ഈ രണ്ട് പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ്, വലിയ ഗ്യാപ്പല്ല, ഭംഗി നഷ്ടപ്പെടുന്ന ഗ്യാപ്പല്ല. ഈ രണ്ട് മേലെ മുൻപല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ബ്യൂട്ടി, അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. സഹാബാക്കൾ പറയാണ്, ആ പല്ലിങ്ങനെ കാണുമ്പോ എന്തോ മുത്തുമാണിക്യമാണോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അവിടെ നിന്ന് കാണണം, അവിടത്തോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കണം. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുമായി സംസാരിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നൊരു ഗന്ധം ഇങ്ങനെ വരും. ഇതിങ്ങനെ കാണുമ്പോഴേ സ്വഹാബാക്കൾ അട്രാക്ട് ചെയ്യണം. പക്ഷെ അതൊരിക്കലും നെഗറ്റീവ് അട്രാക്ഷൻ ആവൂല. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സൗന്ദര്യത്തിൽ ഒരു ഗാംഭീര്യം കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകട്ടെ. സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് വല്ലാത്ത സുഗന്ധം. അനസ് എന്ന് പറഞ്ഞാൽ 10 വയസ്സ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒപ്പം ചേർന്ന് നടന്ന സ്വഹാബിയാണ്. അവർ പറയാണ്, ഞാൻ തങ്ങളുടെ വായനിൽ നിന്ന് വരുന്ന ആ സുഗന്ധത്തെക്കാൾ നല്ല ഒരു അത്തറും ഞാനും മണത്തിട്ടില്ല. നൽകട്ടെ. പറയും നല്ല സ്മെല്ല്. ഇനിയോ മുത്തുനബിയുടെ ചെവി എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ പതിഞ്ഞിട്ടില്ല, കൂടുതൽ എങ്ങോട്ട് പൊന്തിയിട്ട് നിൽക്കുന്നില്ല, ഒരു മിതമായ രൂപത്തിൽ. അതാണ് ഹസ്സാൻ ഇബ്നു സാബിത് തങ്ങൾ ചോദിച്ചത്, മനോഹരമായിട്ട് അല്ല നബിയെ, ഇങ്ങനെ വിചാരിക്കണ പോലെ നമ്മൾ അല്ലാ പഠിച്ചത്. കാരണം ഏതൊരു മനുഷ്യനെടുത്തോക്കിയാലും ചില ഭംഗി ഉണ്ടെങ്കിൽ ചില ഭംഗി കാണും. പക്ഷെ ഇതെല്ലാം കറക്റ്റ്. ചെവി ഇങ്ങോട്ട് പൊന്തിയിട്ടില്ല, അണ്ട് പതിഞ്ഞു പോയിട്ടില്ല, അതിന്റെ ഇടയിൽ നിറമോ
ചെവിയുടെ നിറം പ്രത്യേകം കാണാൻ സാധിക്കുന്നതാണ്. ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ ഹബീബിന്റെ ചെവി പെട്ടെന്ന് ചുവന്നു തുടിക്കുമായിരുന്നു. ഇവിടെയാണ് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇവിടെ ഇങ്ങനെ ചെറിയ വിയർപ്പും വരും, ഇവിടെ വിയർപ്പും, അതുപോലെ ഇവിടെ ഇങ്ങനെ ചുമക്കാനും തുടങ്ങും. മുഹമ്മദ് മുസ്തഫ അവിടുത്തെ കണ്ണുകളോ അയിനാഹും കൃഷ്ണമണി നല്ലോണം കറുത്തിട്ട് അതിനിടയിലുള്ള ആ വെള്ള ഭാഗവും ചെറിയൊരു ചുവപ്പുണ്ടായിരുന്നു. വെള്ളയാണ്, എന്നാലും അവിടെയൊക്കെ രക്തത്തിലേക്ക് സൂചിപ്പിക്കുന്ന ചെറിയൊരു ചമപ്പ്. ഇനി അവിടുത്തെ വിയർപ്പോ അതൊരു വല്ലാത്ത സുഗന്ധം. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്റെ പണി എന്താണെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇടയ്ക്ക് എനിക്ക് വീട്ടിൽ എല്ലാ ദിവസവും എന്റെ വീട്ടിലാവില്ല, ഭാര്യമാരോട് ഓരോ വീട്ടിലുണ്ടാവും. എന്റെ വീട്ടിൽ വരുമ്പോ ഹബീബ് കിടന്നിറങ്ങുമ്പോ ഞാൻ പ്രിയമായിട്ട് ചെല്ലും. എന്നിട്ട് ഹബീബിന്റെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ് മുഴുവൻ വടിച്ചെടുത്ത് കുപ്പിയിലാക്കുമായിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ സുഗന്ധം, അതാണ് എനിക്കുള്ള മരുന്നുവെന്ന് പ്രിയപ്പെട്ട പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്താണ് അല്ലാഹുവേ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലേ, സംതിങ് മേലെയാണ്, അല്ലേ, എന്തൊക്കെയോ ഒരു അസാധാരണത്വം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നമുക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അയച്ചു തന്നതാണ്. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ വാക്ക് എങ്ങനെയാണ്, അവിടുത്തെ പ്രവൃത്തി എങ്ങനെയാണ്, അവിടുത്തെ ചൂലും ചേരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ പിന്നിലൊക്കെ എന്ത് സയൻസ് നമുക്ക് പറയാൻ കഴിയും. ഒരു മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയർപ്പ് പോലും സുഗന്ധം. പിന്നെയോ ഹബീബിന്റെ ബോഡിയിൽ അതിപ്രധാനമായ മറ്റൊന്നുണ്ടായിരുന്നു, ഖാത്തമുൻ നുബുവ. കേട്ടിട്ടുണ്ടോ? ഖാത്തമുൻ നുബുവ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് നുബുവത്തിന്റെ ഒരു മുദ്ര ഉണ്ടായിരുന്നു. അത് ഹബീബിലേക്ക് ഉണ്ടാകുമെന്ന് തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു, ഫാരിസ് എന്ന് പറഞ്ഞാൽ തന്നെ പേർഷ്യയിൽ നിന്നാണ് സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രവാചകരെ കണ്ടെത്താൻ വേണ്ടി വരുന്നത്. അങ്ങനെ നടന്ന് മക്കയിലെത്തിയപ്പോ മുഹമ്മദിനെ പറ്റി കേൾക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ഹബീബിന്റെ അടുക്കൽ ഇസ്ലാമിലേക്ക് വന്നപ്പോ, വരാൻ ഒരുങ്ങിയപ്പോ സൽമാൻ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ പുറത്ത് അനുഭവത്തിന്റെ ഹാത്തമുണ്ടോ? ഒരു റൗണ്ടിലായിരുന്നു അത്. വിധങ്ങൾ കാണിച്ചു കൊടുത്തു. തൗറാത്തിൽ പറഞ്ഞ ആ നുബുവത്തിന്റെ മുദ്ര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്തുണ്ടായിരുന്നു. എല്ലാം ഒക്കെയാണ്. ഈ സൽമാനങ്ങൾക്ക് എന്തുകൂടെ അറിഞ്ഞാൽ മതി, തൗറാത്തിൽ പറഞ്ഞ ഹാത്തമുണ്ടോ അതുമുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ പാദങ്ങളാണെങ്കിലോ ഹബീബ് കാലിന്റെ മുഴുവൻ ഭാഗവും ഭൂമിയിലേക്ക് ചേർത്തുകൊണ്ടാണ് നടന്നിരുന്നത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബുർദയിൽ ഇപ്പം ചൊല്ലുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ ഒരു ദിനം സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ വരുമ്പോ നിങ്ങൾ എണീറ്റിക്കരുത്. ഒരു തവണ ഹബീബ് അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ വന്നും ചെയ്തു. ആരും എണീറ്റില്ല, കാരണം ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ എണീക്കരുതെന്ന്. പക്ഷെ ഹസ്സാനുവിന് സാബിത്ത് തങ്ങൾ അവിടെയും എണീറ്റ് പോയി. എന്താണ് ഹസ്സാനെ പറഞ്ഞത് കേൾക്കാതെ എണീറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഹസ്സാന് തങ്ങൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കവിത ആലപിച്ചു. എന്റെ അസീസിന് വേണ്ടി എനിക്ക് എണീക്കൽ നിർബന്ധമാണല്ലോ. ഒഴിവാക്കൽ നല്ല കാര്യവുമല്ലല്ലോ. എനിക്ക് അത്ഭുതം, ഈ ബുദ്ധിയും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഈ മനുഷ്യന്മാര് ഹബീബിന്റെ ഭംഗി ഇങ്ങനെ കാണും ചെയ്യുന്നുണ്ട്. വലായൊന്നു അവര് എണീക്കണില്ലല്ലോ. ഇതിന് അത്ഭുതമുണ്ട്. ഹബീബിനെ കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ എണീറ്റ് പോവില്ലേ എന്ന് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട്
നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പഠിക്കാൻ. നമ്മൾ ഒരുപാട് വസ്വാസങ്ങൾ ദൂരീകരിക്കപ്പെടും. അവിടെ നിന്ന് സ്വപ്നത്തിൽ അത് കണ്ടാൽ തന്നെ മതി, നമ്മുടെ തെളിവായിരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.